ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് അൺബോക്സിങ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സ് കുറച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പിലുള്ള സ്റ്റാൻഡും പിന്നെ കുറച്ച് ആർട്ടിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്ലാന്റ്സൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ചെറിയ സ്റ്റാൻഡാണ്. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയുണ്ടാവും, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയായിരുന്നു ഇത്. 3 ഇതായിട്ട് വന്നിട്ട് നല്ല വൈറ്റിൽ വരുന്ന ടോപ്പ് വൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു സ്റ്റാൻഡാണിത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് നല്ല പ്ലാന്റൊക്കെ വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 400 രൂപയോളായിരുന്നു. ആ ഒരു പ്രൈസിന് നല്ലൊരു സ്റ്റാൻഡായിട്ട് തന്നെ തോന്നി, നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റാൻഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത് നമ്മൾ വാങ്ങിയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് ആണ്. അഡീനിയത്തിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ കണ്ട് ഓണം ഓഫറായിട്ട് നമുക്ക് അഡീനിയം പ്ലാന്റ്സ് കൊടുക്കുന്ന ഒരു പേജ് കണ്ട് നമ്മളങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ 5 കളറിലുള്ള കോംബോ ആയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കോംബോ ആയിട്ട് 5 എണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 1000 രൂപയാണ്. പിന്നെ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കൊറിയർ ചാർജൊന്നും ഇല്ലായിരുന്നു. 200 രൂപക്ക് ഒരു പ്ലാന്റ് എന്ന തരത്തിലായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ ബഡ്സും ഫ്ലവേഴ്സും ഉള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാക്കിങ്ങും ഒന്നും പറയാനില്ല, നല്ല സേഫായിട്ട് തന്നെയായിരുന്നു നമുക്ക് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കേടുപാടും ഇല്ലാതെ തന്നെ പ്ലാന്റ് കിട്ടി. നമുക്ക് അയച്ചിട്ട് 2ാമത്തെ ദിവസമാണ് പ്ലാന്റ് കിട്ടുന്നുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ അഡീനിയം പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതായി പേജിനൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. ഫ്ലവർ കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിതാ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ പറഞ്ഞതുപോലെ 5 പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 5 പ്ലാന്റ്സും ഇതാ അവരിത് കാണുന്നുള്ളത് പോലെ കടലാസിൽ ഓരോന്നും ഓരോ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാക്കറ്റിൽ ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നുള്ളത്. ഇത് 5ഉം ഓരോന്നായിട്ട് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നന്നേ ചെറിയ പ്ലാന്റ് ഒന്നും അല്ലായിരുന്നു, കണക്കായൊരു വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാത്തിനും ഫ്ലവേഴ്സും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് ഏതാണ് എന്ന് അതിൻ്റെ വ്യത്യാസം വേഗം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇവർ ഓരോന്നും ഒരു പേപ്പറിലായിട്ട് പൊതിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഡബിൾ പെറ്റൽസ് ആയിട്ട് വരുന്ന ഈ ഒരു കളറിൽ വരുന്ന ഫ്ലവറിൻ്റെ അഡീനിയം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാറ്റലോഗ്സിൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാന്റ് നല്ല സേഫായിട്ട് തന്നെ നമ്മളെ കയ്യിലെത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിച്ചിരുന്നുള്ളത് അടുത്ത പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാം തന്നെ അഡീനിയംസ് ആണ് കേട്ടോ. ഈ അഡീനിയം ഈ ഒരു വെറൈറ്റിയും അതേപോലെയുള്ള ഒരു കളറിൽ വരുന്നുള്ളതാണ്, കട്ട് കളറിൽ. പക്ഷേ ഇത് സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ലൈറ്റ് കളർ കയറി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷായ പ്ലാന്റ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതും. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതൊരു യെല്ലോ കളറിൽ വരുന്ന ഫ്ലവറാണ്, സിംഗിൾ പെറ്റലായിട്ട് വരുന്ന ഫ്ലവറാണ്. യെല്ലോ കളർ ഫ്ലവറിൽ ഇതുപോലെ ഒരു ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയിട്ട് നമ്മൾ കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് കാണുന്നുണ്ടാകും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അവർ റൂട്ട് മാത്രമായിട്ടുള്ള ഇതായിട്ടാണ് കേട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൊക്കോബീറ്റ് ഒന്നും ഇല്ലാതെ തന്നെ റൂട്ട് മാത്രമായിട്ട് പ്ലാന്റ് അങ്ങനെ തന്നെ ആയിട്ടാണ് അയച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു യെല്ലോ വെറൈറ്റി ആണ്. ഇത് ഡബിൾ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ വരുന്ന ഒരു ഫ്ലവറാണ്. ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയായിരുന്നു. നമുക്ക് ഏകദേശം റോസൊക്കെ പോലെ തോന്നിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് അതിൻ്റെതും. അപ്പോൾ അങ്ങനെ അതുമായി. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്, കുറച്ച് ലോങ്ങിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. ഇതൊരു ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമ്മൾ കാറ്റലോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്.
ഈ പ്ലാന്റ് കുറച്ചും കൂടി നീളത്തിലുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 പ്ലാന്റ്സ് ആണ് ടോട്ടൽ ഇവർ പോട്ടിമിക്സ് ഇല്ലാതെ ആയിരുന്നു പ്ലാന്റ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ഇവരൊരു കവറിൽ ആ ഒരു പോട്ടിമിക്സ് കുറച്ച് നമുക്ക് പാക്കിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പോട്ടിമിക്സ് എന്ന് പറഞ്ഞത് ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് അറിയാൻ പറ്റിയത് ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കവറിലായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാ പ്ലാന്റ്സിനും എത്തില്ലെങ്കിലും ഏകദേശം നമുക്ക് കുറച്ച് ഒരു പോട്ടി മിക്സ് അവർ വേറെ തന്നെ പാക്ക് ചെയ്ത് തന്നു. അതും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളതിന് പുറമെ മറ്റേത് നമുക്ക് റൂട്ടഡ് മാത്രമായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വേഗം പോട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് വേഗം തന്നെ എല്ലാം പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോട്ടി മിക്സ് അവർ പറഞ്ഞതുപോലെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഗാർഡൻ സോയിലും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മണ്ണും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നട്ട് കൊടുക്കുകയാണ്. നമ്മൾ വലിയ പോട്ടിൽ തന്നെയാണ് ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് നമുക്കറിയാം നന്നേ വെള്ളം ഇഷ്ടപ്പെടാത്ത പ്ലാന്റാണ്. അതുപോലെ തന്നെ നല്ല സൺലൈറ്റിൽ വളരാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പോട്ടി മിക്സും പ്ലേസൊക്കെ നമ്മൾ കണ്ടെത്തണം. പിന്നെ ഫസ്റ്റ് പ്ലാന്റ് ചെയ്ത പാടന്നെ നമ്മൾ സൺലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവെക്കേണ്ടതില്ല. കാരണം നമുക്കിങ്ങനെ കിട്ടിയ നമ്മൾ വാങ്ങിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അവർ തന്ന പോട്ടി മിക്സും നമ്മുടെ അടുത്തുള്ള പോട്ടി മിക്സും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നട്ടുകൊടുക്കുകയാണ്. വലിയ വെള്ളമൊന്നും ഇഷ്ടപ്പെടാത്ത പ്ലാന്റ് ആണ് അഡീനിയം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല സൺലൈറ്റിൽ സെറ്റ് ചെയ്യേണ്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം മൺചട്ടികൾ തന്നെയാണ് കേട്ടോ നട്ടുകൊടുക്കുന്നുള്ളത്. പിന്നെ പ്ലാന്റ് വലുതാകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോട്ടിൻ്റെ സൈസൊക്കെ മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിൽ തന്നെയാണ് പ്ലാന്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇത് നടുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും മൂടത്തക്ക വിധത്തിൽ നടാതെ അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ബൾബ് പോലത്തെ സംഭവം കുറച്ച് കാണുന്ന വിധത്തിലാക്കിയിട്ട് വേണം പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഓരോന്നും പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പിങ്ക് ഫ്ലവറിൻ്റെതാണ്. ഈ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാറ്റലോഗിലുള്ള ഫോട്ടോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സെലക്ട് ചെയ്യാം. പൊതുവേ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ അഡീനിയം പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തന്നെ നല്ല റേറ്റാണ് അഡീനിയം പ്ലാന്റ്സിന്. ഇതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് ചെറിയ റേറ്റിന് തന്നെ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല പേജസും ഇതുപോലെ അഡീനിയത്തിൻ്റെയൊക്കെ പ്ലാന്റ്സ് നന്നായിട്ട് നല്ല പ്ലാന്റ്സ് തന്നെ സെൻഡ് ചെയ്യുന്ന കുറേ ചാനൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അഡീനിയം പ്ലാന്റ്സ് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 പ്ലാന്റ്സും നട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 2 പ്ലാന്റ് കൂടി ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. നട്ടപാടന്നെ തീരെ വെള്ളം ഇല്ലാതെ വെക്കുന്നില്ല. കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം ഷെയ്ഡിൽ കീപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മാത്രം ഒന്ന് ഫ്രഷ് ആയാൽ സൺലൈറ്റിൽ വെച്ചാൽ മതിയാകും. ഇത് നമ്മുടെ യെല്ലോ കളറിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു അഡീനിയാണ്. ഇത് നട്ട് ഒരു 3-4 ദിവസത്തിന് ശേഷം എടുത്ത ക്ലിപ്പാണ് കേട്ടോ. ആ സമയത്ത് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലുള്ള വിരിഞ്ഞിട്ടുണ്ടായ ഫ്ലവർ വാടുകയോ അതുപോലെ തന്നെ അതിൽ വന്ന ബഡ്സുകൾ വിരിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡബിൾ പെറ്റൽ വരുന്ന ഈ ഒരു കളറിൽ വരുന്ന അഡീനിയത്തിൻ്റെ പ്ലാന്റാണിത്. ഇതും നല്ല ഭംഗിയിൽ തന്നെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നുള്ളത് നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് ആവശ്യമുണ്ടായ 2-3 സാധനങ്ങളാണ്. അത് അങ്ങനെയല്ലാതെ നമുക്ക് ഡെക്കറായിട്ടും ഒക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്ലവേഴ്സാണ്. പിന്നെ ഒരു ചെറിയ ബോക്സാണ്, അത് ഗിഫ്റ്റ് ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂട്ടത്തിൽ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതുകൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, എല്ലാം നല്ല റേറ്റാണ്. നമ്മുടെ എല്ലാ മെറ്റീരിയൽസിനും നല്ല റേറ്റാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് എൻക്വയറി ചെയ്തതിന് ശേഷമാണ് ഓരോന്ന് പർച്ചേസ് ചെയ്യുക, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് ഫ്ലവേഴ്സിൻ്റെ ഇതാണ്. 2 ഫ്ലവേഴ്സാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സാണിത്. നമുക്ക് പോട്ടിലൊക്കെ വെച്ചിട്ടും സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്രാഫ്റ്റ് വർക്ക്സും ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ബൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഫ്ലവേഴ്സ് തന്നെയാണ്.
ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സാണ്. ലവ് ഷേപ്പിൽ വരുന്ന സാധാരണ ചെറിയ ഗിഫ്റ്റ് ബോക്സാണ്. അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബ്ലാക്ക് കളറിൽ വരുന്ന ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്വീറ്റ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ റിങ് വെച്ചിട്ടൊക്കെ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സ് അവർ പറയുമ്പോൾ ഇതുപോലത്തെ ബോക്സാണ് പർച്ചേസ് ചെയ്യാറ്. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഈ 2 ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബോക്സും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ പണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തട്ടലും മുട്ടലൊക്കെയാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വീട്ടിൽ വെറും ഡെക്കറേറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഇതുപോലുള്ള പോട്ട്സിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിനും നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലാതെ ഇതുപോലുള്ള ആർട്ട് വർക്ക്സിനും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ഓക്കെ, ബൈ. താങ്ക് യു.